ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് ഒരു ഈവനിങ് വ്ളോഗാണ്. പിന്നെ ഈ ഒരു ഈവനിങ്ങിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. വിഷുവിൻ്റെ തലേ ദിവസമാണ്, അതായത് 13-ാം തീയതി എടുത്ത വീഡിയോസാണ്. ആക്ച്വലി ഞാൻ ഒരു ഫുൾ ഡേ വ്ളോഗ് അന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം അന്ന് വാവയുടെ നൂലുകെട്ടായിരുന്നു. അവൻ ഉണ്ടായിട്ട് 27 ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷെ അന്ന് നമ്മൾ വലിയ പരിപാടിയായിട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഇവിടുത്തെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും, അതേപോലെ അവിടുന്ന് അച്ഛനും അമ്മയും ഏട്ടനൂടെ വന്നിട്ട് ജസ്റ്റ് ഒരു ചരടുകെട്ട് മാത്രമായിരുന്നു. ഇനി 56-നാണ് നമ്മൾ വാവയുടെ നൂലുകെട്ട് ശരിക്കും നെയിമിങ് സെറമണിയൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ രാവിലെ മുതലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അറിയാമല്ലോ, ആ ഒരു ദിവസം കുറച്ച് തിരക്കായിരുന്നു. പിന്നെ എൻ്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. കുറേ വീഡിയോസൊക്കെ ആൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആൾക്കും തിരക്കാണ്. പിന്നെ അന്നത്തെ ഒരു ദിവസം ആളും ഒരുപാട് ബിസി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയത് വൈകുന്നേരം തൊട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു ഈവനിങ് വ്ളോഗായിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 27 ഡേയ്സ് ആയിട്ടുണ്ട്. ഞാൻ പയ്യെ പഠിത്തത്തിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വന്നു തുടങ്ങി കേട്ടോ. പൊതുവേ ഇങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് എടുക്കണം. അതേപോലെ നമ്മുടെ ബോഡി പാർട്സ് എല്ലാം ഇങ്ങനെ എല്ലാം ബലമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ പാടില്ല, ഒത്തിരി നേരം ഇരിക്കാൻ പാടില്ല, പിന്നെ ഒരുപാട് സമയം വായിക്കാനേ പാടില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ ഞാൻ പയ്യെ റിവിഷനൊക്കെ തുടങ്ങിയ സമയത്ത് ഇപ്പം 2-3 ദിവസമായുള്ളൂ കേട്ടോ ഞാൻ ഒന്ന് റിവൈസൊക്കെ ചെയ്ത് തുടങ്ങി. വേറെ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇരുന്നില്ല. എന്നാലും മുമ്പ് പഠിച്ചൊക്കെ അത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് അവനെ ഫീഡ് ചെയ്യാൻ എണീക്കുന്ന സമയത്തൊക്കെ ചുമ്മാ ഒന്ന് ഓടിച്ച് വായിച്ചു പോകും. അപ്പോൾ അമ്മ എന്നോട് പറയാറുണ്ട്, അതായത് ഈ സമയത്ത് ഇങ്ങനെയൊന്നും പാടില്ല, എല്ലാവരും പറയുന്ന പോലെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഡോക്ടറോടും ഒക്കെ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട, ഒരു 1 മന്ത് എന്തായാലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പയ്യെ അങ്ങനെ വായിച്ചു തുടങ്ങിക്കോ, അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ശരിക്കും ഞാനിത് പഠിച്ച് തുടങ്ങിയ സമയത്ത് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഇനി അധികം നാളില്ലല്ലോ, 2-3 മാസമല്ലേ ഉള്ളൂ, 2 മാസം കറക്റ്റ് ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ചു തുടങ്ങണമല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പോൾ കാര്യം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോഴേ പഠിച്ചു തുടങ്ങിയില്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നീടും വരില്ലല്ലോ. കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അടുത്തൊരിത് വരുന്നത്. അപ്പോൾ ഞാനിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, നമ്മൾ മുമ്പ് തൊട്ടേ കുറച്ച് വിധമൊക്കെ പഠിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് 6-7 മണിക്കൂറൊന്നും ഇരുന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫിസിക്കലി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കുറഞ്ഞു വന്നു കേട്ടോ. ഇത്രയും ദിവസമൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ മാറി വന്നു. പിന്നെ എന്താ പറയുക, ഉറക്കം ഇല്ലായ്മ, അതായത് വാവേനെ ഫീഡ് ചെയ്യാൻ എണീറ്റ് ഉറക്കം പോകുമ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മാക്സിമം കൊടുത്ത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമുക്കിപ്പം എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. കാരണം ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓക്കെ, നമ്മൾ ട്രൈ ചെയ്യാത്തത് കൊണ്ട് അത് നഷ്ടപ്പെട്ട് എന്ന് തോന്നരുത്. അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കൊക്കെ ശേഷം അപ്പം നമുക്കൊരു പക്ഷേ ഇത് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ അപ്പം ആ ആഗ്രഹത്തിൻ്റെ പുറകെ പോകാനുള്ള ഒരു സമയമോ സാഹചര്യമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മുടെ വർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വാവയുടെ കാര്യങ്ങൾ നോക്കണം, എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ കൂടി പറ്റുന്ന പോലെ ശ്രമിക്കുക. കാരണം ഇതിപ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലും നാളെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്കൊരു റിഗ്രറ്റ് തോന്നില്ല. ഓക്കെ, ഞാൻ എനിക്ക് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഈ ജോലിയുടെ ഒക്കെ ഇടയ്ക്ക് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് തരുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയാണെങ്കിലും ഏട്ടൻ്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും ഇപ്പോഴേ ഇത്രയും നേരം ഇരുന്ന് പഠിച്ച് തുടങ്ങേണ്ട എന്ന് വെച്ചാൽ, ഒരുപാട് ടൈം ഞാൻ ഇരിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഈ പഠിത്തത്തിൻ്റെ വേണ്ടിയിട്ട് ഇരിപ്പും, പിന്നെ അതേപോലെ വാവനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. അപ്പോൾ കിടക്കുന്നതിലും കൂടുതൽ സമയം ഞാൻ ഇരിക്കുകയും നടക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പൊതുവേ നമ്മുടെ പഴയ കാലത്തുള്ളവരൊക്കെ പറയുന്നത് വെച്ചാൽ എന്താണ്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഒരു 3 മാസക്കാലത്തോളം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം എന്നുള്ള ഒരു രീതിയിലൊക്കെയാണല്ലോ. എനിക്കറിയില്ല അതിലൊക്കെ എത്രമാത്രം വാസ്തവം ഉണ്ടെന്നുള്ളത്. അന്നത്തെ ഡെലിവറിയുടെ കാര്യങ്ങളും ഇന്നത്തെ ഡെലിവറി നടക്കുന്ന രീതികളും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ മെഡിക്കൽ സയൻസൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ഈ എപ്പിസോട്ടമി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഇങ്ങനത്തെ ഒരു എപ്പിസോട്ടമി സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞതെന്നാണ് എനിക്ക് പിന്നീട് പല ഡോക്ടേഴ്സിൻ്റെ വീഡിയോ കണ്ട സമയത്തും ഒക്കെ മനസ്സിലായി. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പഠിക്കാനിരിക്കുന്നു,
ഇരിക്കുന്നതും അധിക സമയം ഇങ്ങനെ കസേരയിൽ ഒറ്റ ഇരിപ്പിരിക്കുന്നതും ഒക്കെ നല്ലതല്ല എന്ന് പറഞ്ഞൊരു പ്രഷർ എനിക്കും വീട്ടിൽ നിന്നുണ്ട്. പക്ഷെ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. മഞ്ജു വാര്യർ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നങ്ങളെ പറ്റി നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് 4 മണി തൊട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഒരു 4 to 5 ഞാൻ കുറച്ച് പഠിക്കുകയാണ്. പഠിക്കുകയെന്ന് വെച്ചാൽ റിവിഷനാണ് കേട്ടോ, വേറെ പുതിയതൊന്നും കാര്യമായിട്ട് പഠിക്കുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ആ ഒരു ഡെലിവറിക്കൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് നാൾ കോൺസ്റ്റിറ്റ്യൂഷനായിരുന്നു പഠിച്ചത്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നൊക്കെ കുറേ തവണ റിവൈസ് ചെയ്തതാണ്, പക്ഷെ എന്നാലും മറന്നുപോയി. ഭേദഗതികൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ആ ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പഠിച്ച സമയത്ത് ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഷോർട്ട് നോട്ട് എഴുതാറില്ല. കാരണം നമുക്കറിയാമല്ലോ, ആർട്ടിക്കിൾസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ എഴുതി വരുമ്പോഴത്തേക്ക് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. അത് നമുക്ക് ഗൈഡ് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിച്ച സമയത്തും ഭേദഗതിയൊക്കെ പഠിച്ചപ്പോൾ എനിക്കത് റിവൈസ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. അതായത് ലൈക്ക് ആ നമ്മുടെ ഗൈഡിൽ കിടക്കുന്നത് എനിക്ക് റിവൈസ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും ഒരു രസം തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കുറച്ച് പോർഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട് എഴുതി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ചില ടോപ്പിക്കുകൾ അങ്ങനെ എഴുതും, ചിലത് എഴുതില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ടോപ്പിക്കുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ നമ്മുടെ ബോണ്ട് പേപ്പർ ഉണ്ടല്ലോ, ബോണ്ട് പേപ്പർ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ എഴുതി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ക്ലിപ്പ് ചെയ്തിട്ട്, അപ്പോൾ നമുക്കത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമാണ്. നമ്മൾ ഗൈഡ് എടുത്ത് പോകണ്ട. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പേപ്പറുമായിട്ട് എവിടെ വേണേലും നടന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ബുക്ക് കൊണ്ടുപോകുന്ന അത്ര ബുദ്ധിമുട്ടില്ല. എനിക്കിപ്പോൾ ഞാൻ ബുക്ക് റാങ്ക് ഫയൽ കുറച്ച് ചെറുതാക്കിയതുകൊണ്ട് എനിക്ക് അതുമായിട്ട് നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുമായിരുന്നു, ഇങ്ങനത്തെ ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുന്നത് ശരിക്കും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് റിവൈസ് ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും എന്നെ തന്നെ ഒന്ന് എക്സാം ഇട്ട് നോക്കുമായിരുന്നു. ഒരു ടോപ്പിക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഭേദഗതി എടുത്തിട്ട് അതിൻ്റെ ഞാൻ ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതി നോക്കി. കുറേയൊക്കെ ഓർക്കുന്നുണ്ട്, കുറേയൊക്കെ ഓർത്ത് എഴുതിയത് തെറ്റാണ്, കുറേയൊന്നും ഓർക്കുന്ന പോലുമില്ല. അപ്പോൾ അതെന്തായാലും കുഴപ്പമില്ല, നമ്മൾ റിവൈസ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 1 hour ശരിക്കും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. 1 hour കൊണ്ട് ഞാൻ ആ ഷോർട്ട് നോട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് എടുക്കാൻ പറ്റി. അതായത് ഭേദഗതികളും പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും എല്ലാം ആ ഒരു 1 hour കൊണ്ട് തന്നെ റിവൈസ് ചെയ്തു. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്, അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ട് 1-2 തവണയൊക്കെ റിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ആ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണും. നമ്മുടെ യൂട്യൂബിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ PSC ക്ലൈംബർ എന്ന് പറയുന്നൊരു ചാനലിനെ പറ്റി അറിയാമല്ലോ, മുമ്പൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും ഞാനൊരു മോക്ക് ടെസ്റ്റ് സീരീസ് പോലെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇടാൻ പറ്റില്ല. ഞാൻ പഠിച്ചു കഴിയുമ്പോൾ എപ്പോഴും ഒരു ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതേപോലെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് നമ്മുടെ PSC ക്ലൈംബറിൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് PSC ക്ലൈംബർ എന്ന് പറഞ്ഞിട്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ ഓരോ ടോപ്പിക് വൈസ് പോളുകൾ ഇടും. അപ്പോൾ പോൾ ഇടുന്ന സമയത്ത് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതിനുശേഷം ഒരു 1 week ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ സെയിം ടോപ്പിക്ക് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതല്ലാതെ അതിനിടയ്ക്ക് വേറെ പോൾ വേറെ സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ആയിട്ട് ഇടുന്ന സമയത്ത് അത് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇപ്പം നമ്മൾ പോൾ നിങ്ങൾ ആൻസർ ചെയ്ത് പോയാലും നിങ്ങളത് ഓർത്തിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോയതൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ട് വീഡിയോ കാണുവാണെങ്കിൽ ആ പോളിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിലും ഉള്ളത്. പക്ഷേ ചിലപ്പം 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലിടുന്ന വീഡിയോ നിങ്ങൾക്കൊന്ന് റിവിഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു ടോപ്പിക് എടുക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അതിലെ എല്ലാ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, അതല്ലാതെ ആ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും തന്നെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ന്യൂസ് കൂടെ ഷെയർ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ എൻട്രിയിൽ എല്ലാ മാസവും ഫാക്കൽറ്റി അവാർഡുണ്ട്, ബെസ്റ്റ് ഫാക്കൽറ്റി അവാർഡുണ്ട്. അപ്പോൾ അത് മാർച്ച് മാസത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും പിന്നെ ലക്ഷ്മി മിസ്സ്, നിങ്ങൾ അറിയുമായിരിക്കും, എൻട്രിയിലൊക്കെ സ്ഥിരം ക്ലാസ്സുകൾ എടുക്കുന്ന, യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നതാണ് മിസ്സ്. അപ്പോൾ മിസ്സിനുമായിരുന്നു മാർച്ച് മാസത്തിലെ അവാർഡ് കിട്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു അവാർഡ് തന്നെയായിരുന്നു അത്. ആക്ച്വലി നമുക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിൽ കിട്ടുക. പക്ഷെ ഞാൻ ആ ഒരു മാർച്ച് മാസം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രഗ്നൻ്റ് ആയിട്ടെടുത്ത ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുത്ത ക്ലാസ്സുകളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് എൻട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത്. ഇതിന് മുമ്പേ ഞാൻ ക്ലാസ്സുകൾ എടുത്തെന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ഈ ഒരു കുറേ മാസങ്ങളിലിട്ട് എഫേർട്ട് എനിക്ക് അവിടെ ഇടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതാണ്, നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്കുള്ള ആ ഒരു അച്ചീവ്മെൻറ്റ്സ് കൂടുക എന്നുള്ളത്
ശരിക്കും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഞാൻ ക്ലാസ്സുകൾ എടുത്താലും കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കോളേജിലെ ക്ലാസ്സുകൾക്കാണ്. അപ്പോൾ കോളേജിൽ നിന്നും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ കോളേജിൽ നിന്ന് പോരുന്ന സമയത്തുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ കുട്ടികൾ തന്ന ലെറ്ററൊക്കെ കാണുമ്പോഴത്തേക്കും അത് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അസറ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കുന്നതാണ്. എനിക്ക് സെൽഫ് മോട്ടിവേഷൻ തരുന്ന ലെറ്റേഴ്സാണ് കേട്ടോ അത്. അത് ഞാൻ എന്താ പറയുക, ഒരു നിധി പോലെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഡൗൺ ആയെന്നൊക്കെ തോന്നുമ്പോൾ ഞാനത് വായിച്ചു നോക്കും. അത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും പ്രത്യേക ഒരു എനർജിയാണ്. എൻ്റെ സ്ഥിരം വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, ഞാൻ ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യത്തെ 1-2 മാസങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഉറക്കമില്ലാതെ ആയിരുന്നു പല ദിവസങ്ങളും കടന്നുപോയത്. പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റഡ് ആയി പയ്യെ പയ്യെ ഓക്കെ ആയിട്ടൊക്കെ വന്നു. അപ്പോൾ അതാണ്, എവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ഔട്ട്പുട്ട് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഇവിടെയും ഈ ഒരു ഇത് കിട്ടിയ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഞാൻ ആ പ്രഗ്നൻസിയുടെ സമയത്തും ക്ലാസ്സുകൾ ചെയ്യുമായിരുന്നു. അവസാനം വരെ, അതായത് എൻ്റെ ഡെലിവറിക്ക് 2 വീക്സ് മുമ്പ് വരെ ഞാൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പല ക്ലാസ്സസും കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് ഒരു 45 മിനിറ്റ്സിൻ്റെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഞാൻ അതിനിടയ്ക്ക് 1-2 വട്ടമൊക്കെ വൊമിറ്റ് ചെയ്തിട്ട് വന്നിരുന്ന് ക്ലാസ് കണ്ടിന്യൂ ചെയ്തതുണ്ട്. ഒത്തിരി ഇപ്പോൾ ഓർക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അതെങ്ങനെ കഴിഞ്ഞു പോയി, ആ സമയമൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് തോന്നിപ്പോവും. പക്ഷേ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് അവസാന സമയമൊക്കെ ആയപ്പോൾ, അതായത് ഒരു 8th മന്തോടൊക്കെ കൂടിയാണെങ്കിലും എനിക്ക് അവിടെ സാറിൻ്റെ അടുത്ത് പറയാമായിരുന്നു, എനിക്ക് ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും ടീച്ചറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയാമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് ബയോളജിയിൽ തീർക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, ലാസ്റ്റ് എനിക്ക് തീർക്കാനുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്തു. പിന്നെ ഒരു 5-6 ക്ലാസ്സും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അത് പിന്നെ വേറെ മിസ് എടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ അത് അവസാനം എനിക്ക് അത്രയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ബാക്ക് പെയിനൊക്കെ കൂടിയിട്ട് ഒരു 10 മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനിതൊരു ഭയങ്കര വലിയ കാര്യമായിട്ടല്ല കേട്ടോ പറയുന്നത്. അതായത് ഇങ്ങനെ പ്രഗ്നൻസിയുടെ സമയത്ത് ഇതുപോലെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഊർജ്ജമായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ ഗേൾസ് ജോലി ചെയ്യണം അല്ലെങ്കിൽ ഏൺ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എനിക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്കങ്ങനെ ജോലിക്ക് പോകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി, ഇപ്പോൾ ജോബിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അതിനർത്ഥം ഞാനൊരു ഭയങ്കര സംഭവമായിട്ട് ഇതെല്ലാം ചെയ്തു എന്നൊന്നും ഉള്ളതല്ല കേട്ടോ. നിങ്ങൾക്കിത് കേൾക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നൈറ്റി പീസാണ്. മുമ്പ് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് 3 നൈറ്റി പീസ് എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാഗ് പാക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റലിലേക്കുള്ള ബാഗ് പാക്ക് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ. അപ്പോൾ അവിടുന്ന് തന്നെ ഞാനൊരു 10 നൈറ്റി പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 എണ്ണം എടുക്കുന്ന സമയത്ത് നമുക്കിത് ഹോൾസെയിൽ പ്രൈസിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് അവരെനിക്ക് കൊറിയറായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമാണ് അച്ഛനിത് പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഓരോന്നിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് എഴുതിയിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഡയറക്ഷൻ മാറാൻ കാരണം ഞാൻ എടുത്ത വീഡിയോ കാണാനില്ല. അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് ഇട്ട ഒരു വീഡിയോയിൽ നിന്ന് അതെടുത്തിട്ടാണ് കേട്ടോ ഈ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ നൈറ്റി പീസുകൾ എടുത്തത് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ടോപ്പ് മാത്രം തയ്ക്കാനല്ല, 2-3 നൈറ്റി തയ്ക്കാനും എടുത്തിട്ടുണ്ട്. പക്ഷേ കൂടുതലും ഫീഡിങ് കുർത്തീസ് ഉണ്ടല്ലോ, അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് 10 പീസസ് ഉണ്ടെങ്കിലും ഈ 10 എണ്ണവും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതിൽ 5-6 എണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി എൻ്റെ അമ്മയ്ക്കും പിന്നെ അവിടെ ഏട്ടൻ്റെ അമ്മയ്ക്കും അതേപോലെ ചിറ്റയ്ക്കും ഒക്കെ കൊടുത്തു. അപ്പോൾ എനിക്കിനി തയ്ക്കാൻ ഒരു 5 എണ്ണം അടുത്തേ ഇരിപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുർത്തീസ് തയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരെണ്ണം മാത്രം ഞാൻ ഒരു നൈറ്റി ആയിട്ട് തന്നെ തയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫീഡിങ് കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് അത് കിട്ടിയതിന് ശേഷം ഞാനൊരു വ്ലോഗ് ചെയ്യാം കേട്ടോ. അതിൽ ഓരോ കുർത്തീസും കാണിക്കാം, പിന്നെ മൊത്തത്തിൽ എത്ര പ്രൈസായി എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ കണി വെക്കാനുള്ള പരിപാടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ വിഷുക്കണി വെക്കുന്ന സമയത്ത് ഇത്രയും എന്താ പറയുക, ഇത്രയും നന്നായിട്ടൊന്നും ഒരുക്കാറില്ല. ഈ തവണയെന്ന് പറയുന്നത് വാവ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ വിഷു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് വിഷുക്കണി കുറച്ച് ഗ്രാൻഡാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിവിടെ കണിക്കൊന്നൊന്നുമില്ല. ഇത് ചിറ്റയുടെ വീട്ടിലെയാണ്. അവിടെ വൈകുന്നേരം അച്ഛനും ഏട്ടനും കൂടെ പോയിട്ട് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കെട്ടിയതേ ഇതുപോലെയൊക്കെ ഇട്ടിട്ട്
സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അത് കെട്ടിയൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, നമ്മുടെ വിഷുവിൻ്റെ മെയിൻ സെലിബ്രേഷൻ പടക്കം പൊട്ടിക്കുക അങ്ങനത്തെയുള്ള പരിപാടികളിലേക്ക് പോയി. ഇവിടെ അച്ഛന് ശരിക്കും വിഷു ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ആഘോഷം വിഷു ആണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ അച്ഛന് ഭയങ്കര ക്രേസാണ്. അപ്പം ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വിഷുവാണല്ലോ. അപ്പം ഈ 2 വിഷുവിനും ഏട്ടൻ അവിടെ നിന്ന് എറണാകുളത്തു നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് കിട്ടുകയും ചെയ്യും. ഇവിടെയുള്ള അത്രയും റേറ്റ് അവിടെ ആവുകയില്ല. പിന്നെ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു നാഷ് പോലെ വരുന്ന എന്തോ ഒരു സാധനമാണ്. ഇതിൻ്റെ ഒന്നും പേര് പോലും എനിക്കറിയില്ല. എനിക്ക് ആകെ ഈ കൂട്ടത്തിൽ അറിയാവുന്ന പേര് പടക്കം, പിന്നെ മറ്റേ കൊരവപ്പൂ, അങ്ങനെ ഒരു 3-4 എണ്ണത്തിൻ്റെ പേര് മാത്രമേ എനിക്കറിയാവുള്ളൂ. കമ്പിത്തിരി, അതൊക്കെയാണ് എനിക്കറിയാവുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷെ പടക്കം കുറവായിരുന്നു. പടക്കം വളരെ കുറച്ചേ വാങ്ങിച്ചുള്ളൂ. അത് അച്ഛൻ അങ്ങ് ദൂരെ പോയി നിന്നിട്ടായിരുന്നു പൊട്ടിച്ചത്. കാരണം വാവ ഉള്ളതുകൊണ്ട് തന്നെ അവനതൊക്കെ കേട്ട് ഞെട്ടൂല, അത്രയും ശബ്ദമൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ പടക്കം പൊട്ടിയിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 9:30 ആയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കണി ഒരുക്കാനുള്ള ബാക്കി പരിപാടികളിലേക്ക് പോയി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ സമയം പോയിട്ടോ. അതായത് ഇതിങ്ങനെ ഓരോന്ന് വീതം കെട്ടേണ്ടതുകൊണ്ട് കുറേ സമയമെടുക്കും. പക്ഷേ ഇത് ഓൾമോസ്റ്റ് 90% ചെയ്തത് ചേട്ടനാട്ടോ. ഞാനൊരു 10% ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നതേ ഉള്ളായിരുന്നു. പിന്നെ അതേപോലെ ഈ ഒരു കൃഷ്ണനെ കണ്ടോ, ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഈ തവണ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഒരു 1-2 മാസം മുന്നേ വാങ്ങിച്ചാട്ടോ. കാരണം വിഷുവിനോട് അടുക്കുമ്പോഴത്തേക്ക് ഈ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് ആവുമല്ലോ. ഞങ്ങളിത് വാങ്ങിച്ച സമയത്ത് ഏതാണ്ട് 200 രൂപ സംതിങ് അത്രയും കിട്ടി. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്തോ 350-400 സംതിങ് ആണ്. അപ്പോൾ ഞങ്ങൾ എവിടെയോ പോയ സമയത്ത് ഇങ്ങനെ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കൃഷ്ണൻ്റെ രൂപം വേണം എന്നുള്ളത്. ഇവിടെ നേരത്തെയൊക്കെ നമ്മൾ കണി വെക്കുന്നത് ഒരു ഫോട്ടോ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ തവണ ഇങ്ങനെ ഒരു കൃഷ്ണൻ്റെ രൂപം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതുകൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരു ഭംഗി ഇതിന് വന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ രാത്രിയിൽ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ട് കണിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇത്രയും ഒരു ഡെക്കറേഷനൊക്കെ ഇത് ചെയ്യാൻ കാര്യം, അതായത് ഈ കണിക്കുന്നതൊക്കെ ഇങ്ങനെ ചെയ്യാൻ കാര്യം, നാളെ നമുക്ക് ഒരു ഫോട്ടോഷൂട്ട് കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് വാവ ഉണ്ടായിട്ട് ആദ്യത്തെ വിഷു ആയതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ നിന്നിട്ടുള്ള കുറച്ച് പിക്സൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ഒരു പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒരു 12:30 ആയി. അങ്ങനെ ഏട്ടൻ പോയി കിടന്നു. പിന്നെ വാവനെ ആ സമയത്ത് ഫീഡ് ചെയ്യണമായിരുന്നു. അവനെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഫീഡ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്രയ്ക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കം ഒട്ടും ശരിയാവുന്നില്ല. രാത്രിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാൻ എണീക്കാൻ തുടങ്ങിയിട്ട് ഒരു 1 മന്ത് ആയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ഉറക്കമൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവും പകലും എല്ലാം ഒരുപോലെയാണ്. 2 മണിക്ക് എണീറ്റ് ഫീഡ് ചെയ്യണം, 5 മണിക്ക് എണീറ്റ് ഫീഡ് ചെയ്യണം, പിന്നെ രാവിലെ ആയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉറക്കം വരാതെ കുറേ നേരം കിടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ആകെ ചൂടൊക്കെ എടുത്തിട്ട് വലിയ അസ്വസ്ഥതയാവും. വെറുതെ കിടക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കുറച്ച് പഠിക്കാൻ എടുത്തിട്ടുള്ളൂ. ഇതൊരു ഡെയിലി റിവിഷൻ പോലെ ഞാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ആത്മകഥകൾ, അതേപോലെ വിശേഷണങ്ങൾ, പിന്നെ നമ്മൾ പഠിക്കുന്ന ഇയറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ചില പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ, അങ്ങനത്തെ ഉള്ളതിനെ പറ്റി അത് നമ്മൾ എന്നും വായിച്ചു പഠിക്കണമല്ലോ. ആ ഒരു ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം പഠിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ഓർക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ അത് എന്നും റിവൈസ് ചെയ്ത് പഠിച്ചാലേ അത് നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെക്കുന്ന പേപ്പറാണിത്. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഈ ഒരു ഡെയിലി റിവിഷൻ അന്നൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയി ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നേരത്തെ എഴുതി വെച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. പിന്നെ കുറച്ചൊക്കെ ഒന്ന് എഴുതി വെച്ചു. അങ്ങനെ ഞാൻ കിടക്കാൻ പോകുമ്പോഴത്തേക്കും കൃത്യം 2 മണിയായിട്ടോ. ഇപ്പം മിക്കപ്പോഴും എൻ്റെ ഒരു ഉറക്കത്തിൻ്റെ സമയം ഈ 2 മണിയാണ്. കാരണം 12 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവനെ ഒന്ന് ഫീഡ് ചെയ്യണം. 12-12:30 ആകുമ്പോൾ പിന്നെ അവനൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എണീക്കുന്നത്. അപ്പോഴും ഫീഡ് ചെയ്യണം. പിന്നെ ഒരു 5:30-6 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം മിക്ക ദിവസവും 2 മണിയാവും കിടക്കുമ്പോൾ. അതാണ് ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് വരാൻ തുടങ്ങിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ എങ്കിലും എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനിരിക്കും. അപ്പോൾ നമുക്ക് അത്ര അങ്ങ് ഉറക്കാൻ പറ്റില്ല. കാര്യം വീഡിയോസ് എഡിറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്ര മടി ഉറക്കമൊന്നും തോന്നില്ലെന്നാണല്ലോ പറയുന്നത്. അത് ശരിക്കും സത്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നത്. ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ റെഗുലറായിട്ട് വ്ളോഗ്സ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്ന്. വ്ളോഗ്സ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പകൽ കുറച്ച് നമ്മൾ ബിസി ആയതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ എഡിറ്റ്
ചെയ്യാനൊക്കെ രാത്രിയിലൊക്കെ ഇഷ്ടംപോലെ സമയമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ഈവനിങ് തൊട്ട് ശരിക്കും ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞാലും ഈവനിങ് തൊട്ട് തുടങ്ങി പിറ്റേ ദിവസം വെളുപ്പിനെ വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ് നമ്മുടെ വിഷു വ്ളോഗാണ്. അന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു വ്ളോഗ് ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.